ഹലോ ഗായ്സ്, ക്യൂട്ടി പൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ അമ്പലത്തിൽ രാമായണം ആ ഒരു ഇതുണ്ട്, അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഷോർട്സിന് അത്യാവശ്യം ഓക്കെ എനിക്ക് ഇതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ നേരെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അതായത് കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മുടി ഞാൻ നനയ്ക്കലില്ല കേട്ടോ, രാവിലെ നനയ്ക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ മുടി ഇന്നൊരു ന്യൂ ഹെയർ സ്റ്റൈൽ കെട്ടി. പിന്നെ ഞാനൊരു ബ്ലാക്ക് ആയിരുന്നു ഇട്ടത്. കസിൻസ് എല്ലാം ഇന്ന് ബ്ലാക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇന്ന് ബ്ലാക്ക് ഇട്ടു. അത് ഇൻസൈഡാക്കി വെച്ചു കേട്ടോ. അപ്പം എനിക്ക് നല്ലതുപോലെ തോന്നി കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു. ഒരു ഗോൾഡൻ കളർ വാച്ചൊക്കെ ഇട്ടു. ഫുള്ള് സെറ്റ് ചെയ്തിട്ടായിരുന്നു പോകുന്ന വഴി നല്ല മഴയുണ്ടായിരുന്നു ഗൈസ്. വീട്ടിൻ്റെ അടുത്താണ്, കുട എടുത്താൽ ഞാൻ കുട മറന്നു വെക്കും. അങ്ങനെ ഗൈസ് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. കുട എടുക്കാനുള്ള മടിയിലോടാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഓടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ ഗൈസ് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പല്ലത്തപ്പൻ്റെ അമ്പലം, പുറത്തത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അമ്പലം പുതുക്കി പണിഞ്ഞതാണ്. ഇപ്പം നല്ലൊരു ഗ്രാൻഡ് അമ്പലമായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ശ്രീ പല്ലത്തപ്പൻ ക്ഷേത്രം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ ഒരു ഓറഞ്ച് കാണുന്നത് അതൊരു തറവാടാണ് കേട്ടോ. അവിടെ തെയ്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാകലുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം. അങ്ങനെ ഞാൻ വന്ന് തോവും. ഞാൻ ഇതുവരെ എല്ലാ ദിവസവും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആഗസ്റ്റ് 15 വരെ ഉണ്ട് കേട്ടോ ഈ ഒരു രാമായണം. അപ്പോൾ നല്ല രസമാണ് വൈകുന്നേരം വന്നിട്ട് എല്ലാവരും ഒപ്പരം രാമരാമൻ ചൊല്ലാനും ഒരു പ്രസാദം കഴിക്കാനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ഷേത്രക്കുളം എല്ലാം ഒന്ന് കണ്ട് മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ രാമായണം വായിക്കുകയാണ് കേട്ടോ. ഇത് ചക്കരി ആറ്റിയും ഇവർ രണ്ടാളും എൻ്റെ കസിൻസാണ് കേട്ടോ. അങ്ങനെ അവിടെ തകൃതിയായി രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കാണുകയാണ്. ഇത് നമ്മുടെ ക്ഷേത്രക്കുളത്തിൻ്റെ ഭംഗിയൊന്ന് നോക്കിയാൽ മഴ പെയ്യുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും ഞാനൊന്ന് വീഡിയോ എടുക്കാണ് കേട്ടോ, എല്ലാം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ സൈഡിൽ കാണുന്നത് നമ്മളെ ഇവിടെ ഉത്സവം വരുമ്പോൾ ഡ്രസ്സിങ് ചെയ്യാനും എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഫുഡൊക്കെ കൊടുക്കാനൊക്കെയാണ്. അങ്ങനെ നമ്മൾ മൂന്നാളും ഇങ്ങനെ എല്ലാം ഒന്ന് ചുറ്റി കാണാമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പൂജയായിട്ടുണ്ടായിരുന്നു. പൂജക്ക് എല്ലാവരും നിൽക്കുന്നതാണ്. അതായത് ഒരു 6:30-ക്കുള്ളൊരു പൂജ. അത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും പിരിയുക, പിന്നെ പ്രസാദം കഴിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും പൂജക്ക് നിൽക്കുകയാണ്. ആര് ഫസ്റ്റ് എത്തും ആരാദ്യം നിൽക്കുന്നില്ല ഒരിതിലാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കൊടുക്കാൻ പോലായി. അങ്ങനെ ഇന്ന് ചപ്പാത്തിയും, അതായത് വെജിറ്റബിൾ കറി, അതായത് ഒരു കുറുമ കറി പോലെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ